ഊതിത്തള്ള ഞാനും മണ്ണില്ല. വെൽക്കം ബാക്ക് ടു എൻജോയ്ക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ DQന്റെ കാന്ത മൂവിയുടെ തമിഴ്, അതായത് ഒറിജിനൽ വേർഷൻ ആണ്. കാരണം ഇന്നലെ നമ്മൾ അതിന്റെ തെലുഗു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചങ് സ്റ്റോക്ക് ചാനലിൽ. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തെലുഗു മൂവി ആണെന്ന്. അങ്ങനെയാണ് കുറെ ആൾക്കാരെ കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായത് ഇത് ശരിക്കും ഒരു തമിഴ് മൂവി ആണ് എന്നുള്ളത്. നമ്മൾ ശരിക്കും മലയാളം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചത് എന്താ മലയാളം വരാത്തതെന്ന്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണമായിരുന്നു, അവിടെ സമുദ്രകനിയുണ്ട് ഇല്ലേ, പിന്നെ ആണെങ്കിൽ ഡയറക്ടർ ഒരു തമിഴ് പേരാണ്. അപ്പൊ അതൊക്കെ വെച്ചപ്പോ നമുക്ക് പക്ഷെ DQ കൂടുതൽ തെലുഗു മൂവീസ് ഇപ്പൊ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു DQ തെലുഗു മൂവിയാണ് കാന്ത എന്ന്. പിന്നെ കാന്ത എന്ന് പറയുന്നതും ഒരു തെലുഗു പേര് പോലെയൊക്കെ പെട്ടെന്ന് തോന്നിയായിരുന്നു. മനസ്സിലായില്ല, കാന്ത കാന്താര എല്ലാം ഉണ്ടല്ലോ, എവിടെയോ ഒന്നും മനസ്സിലാത്ത രീതിയിലായിരുന്നു. പിന്നെ നമ്മള് മെയിൻ ആയിട്ട് വെച്ചാൽ ലാസ്റ്റ് DQന്റെ മൂവി തെലുഗു ആയിരുന്നല്ലോ. പിന്നെ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ നിങ്ങക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ചില സമയത്ത് ഈ സെയിം ഡയറക്ടർ ഇപ്പൊ നമ്മളെ ഏതായിരുന്നു വാത്തി മൂവി തെലുഗു ഡയറക്ടർ ആയിരുന്നു. പക്ഷെ തെലുഗും തമിഴ്, കാരണം ധനുഷാണ് ആക്ടർ. അപ്പൊ അത് തമിഴിലും തെലുഗിലും ഒരേ സമയം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയും ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്കത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാലോ. പിന്നെ എന്താ വെച്ചാൽ മലയാളം ആക്ടറാണ് ഉള്ളത്, തെലുഗിലാണോ തമിഴിലാണോ നമ്മളിങ്ങനെ തമിഴിൽ അധികം അഭിനയിച്ചിട്ടുണ്ട്. ഏതോ ഒരു പടമൊക്കെ മറ്റേത് ഓക്കെ കൺമണി മാത്രല്ല വേറെ പടം കൂടി വായ്പൊത്തി പേസും ഒരു ചോറിന്റെ മറ്റേ പടമില്ലേ, ഏതാണ് തീഫിന്റെ ചോറാ, അത് ഹിന്ദി അല്ലേ? അല്ല മറ്റേത്. എന്നിട്ട് നമ്മൾ ആ പടം കണ്ടിട്ട് പിറ്റേ ദിവസം ലോക്ക്ഡൌൺ ആയത്. കണ്ണും കൊള്ളയും ആ പടം, അത് ഓക്കെ കൺമണി. പിന്നെ വേറെ ഒന്നും കൂടി വായ്മൂടി പേസും, മറ്റേ നമ്മളെ സംസാരം ആരോഗ്യത്തിന് ഹാനികരമില്ലേ മലയാളത്തിൽ, അതിന്റെ തമിഴ്. അത് ശരിക്കും തമിഴിലും ഉണ്ടായിരുന്നു. റെഡി. ஒரு கதை எப்ப சொல்லணும் அந்த கதை தான் அப்படி பண்ணும். மாடர்ன் ஸ்டுடியோ சொன்ன வச்சு படையில ஒத்துக்கிட்டான், ஒத்துக்க வச்சுட்டேன். நீ யாருன்னு அந்த உலகம் பார்க்கும்போது The news film. I got a phone call. Everything changed. யாரு? உங்க சிஷ்ய பிள்ளை நடிப்பு சக்கரவர்த்தி DK மகாதேவ். நான் இருக்கிற படத்தை நீங்க ஒரு ஓரமா பாருங்க. இந்த சினிமா தர பணம், பேர், புகழ் உனக்கு. இந்த படம் என் கிளைமேக்ஸோட நான் சொன்னபடிதான் ரிலீஸ் ஆகும். கட்டி வைத்த வேலையை காத்து ஆளான தொடங்கி வைக்கണേ. எனக்கு ஒரு சந்தேகம், நீங்க எது அழகு என்று புரியவில்லை. அந்த நிலவா இல்லை உன் முகம்? பேசா மொழியே துயரத்தின் போது மட்டும்தான் கண்ணீர் வருவனை யார் சொன்னது? இது ஆனந்தத்தில் ஒன்று. ரொம்ப நல்லா நினைச்சேன். உங்க அந்த செதற விடாம நான் ஆசைப்பட்ட மாதிரி இந்த படத்தில் நடிச்சு கொடுப்பேன். சத்தியம் பண்ணி கூட, குரு சத்தியம் பண்ணி கூட. புரியாத போட்டு தீவிர முட்டாள்கள் நடக்கிறது எல்லாம் நானும். ஐயா, இது உங்க படம், நான் நீங்க சொல்றதான் கேட்பேன். இதுவே இது ஒரு சினிமா செட் இல்ல, என் போலீஸ் ஸ்டேஷன். மோகன் உன் சாவி என் கையில். நீ நிஜமாவே பெரியவங்க. நான் விளையாடுறேன். அதை பார்த்த விளையாட்டு மாதிரி தெரியல. இந்த படம் இன்னைக்கு முடியணும்னா இவரை கிளம்பணும் இப்போ. அண்ணனா யாரா? ആ സ്കോറ് നല്ല കേട്ടോ. உன்னை அழிக்கிறதுக்கு 5 நிமிஷம் ஊதித்தள்ள நானும் மண்ணில்ல. சில உண்மைகள் இருக்கிறதா இருக்குல்ல. ഭയങ്കര ഒരു തീവ്രത ഉണ്ടല്ലോ. கிட்டவே என் முகத்துக்கிட்ட ആ ക്ലോസ് ക്യാമറ പൊളിയായിരുന്നു, രക്ഷയില്ല. നമ്മൾ ഇന്നലെ ഏകദേശം അതും പറഞ്ഞിരുന്നു ആക്ച്വലി.
അതായത് അത് എനിക്കൊന്ന് മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകളുടെ മക്കളെ കിടന്ന് അങ്ങോട്ട് അങ്ങനെ ഇല്ലേ? കാരണം ഏകദേശം നമ്മള് ഈവൻ ഡയസറിന്റെ ആ ഒരു ട്രെയിലർ മൂവി കണ്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ട സമയത്ത് തന്നെ ഏകദേശം നമ്മൾ കണ്ടായിരുന്നു പ്രണവിന്റെ ഒരു വേറൊരു ഫേസ്, അതായത് ഒരു ഡിഫറെന്റ് ആ ഒരു ഇന്റൻസ് ഫേസ്. അതുപോലെ തന്നെയാണ് ഏകദേശം DQന്റെ ഇവിടെയും കണ്ടത്. അതായത് DQ നമുക്കറിയാം മലയാളത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് DQ എന്നുള്ള DQന്റെ വൈബൊക്കെ നമുക്കറിയാം. ഈവൻ ദ DQ ഔട്ട് ഓഫ് ദ വൈബില് പുള്ളിയുടെ യൂഷ്വൽ സംഭവത്തിൽ നിന്ന് ചെയ്താലും എത്രയൊക്കെ വന്നാലും ആളുടെ ആ ഒരു പണ്ടത്തെ ഒരു വൈബാണ് എൻ്റെ മനസ്സിലേക്ക് ഉള്ളത് DQ എന്ന് പറയുമ്പോൾ. പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഹാൻഡ്ലിങ് ഓഫ് റോൾസ് എന്ന് പറയുന്നത് അത് DQ മലയാളത്തിൽ അങ്ങനെ ഓരോ ചെയ്യാറില്ല, കിട്ടാറില്ല. കുറുപ്പുണ്ടായിരുന്നു, ചാർലി ഉണ്ട്, പിന്നെ നമ്മുടെ ചാർലി നമ്മളെ കംപ്ലീറ്റ് ആ ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു പടം കൂടി ഉണ്ട്, നമ്മളെ മറ്റേ ഡയറക്ടറിന്റെ ഒരു കുറച്ച് ഡാർക്ക് മൂവിയാണ്, അതിൻ്റെ അകത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ കണ്ടത് ഒരു വീട്ടിൽ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു ആ പടം, ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഷോയില് ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ നമ്മളെ പിന്നെ കമ്മിറ്റിപ്പാടം ഉണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങളേ ഉള്ളൂ DQ മലയാളത്തിൽ അങ്ങനെ ചെയ്തേക്കണം. ബാക്കിയെല്ലാം നമുക്ക് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആണ്. പൊളിറ്റീഷ്യന്റെ എന്തോ കഥ പറയുന്ന അതിൻ്റെ അകത്ത് ഇല്ല ആക്ടറിന്റെയാണ് കഥ പറഞ്ഞേക്കണേ, പൊളിറ്റീഷ്യനാണ്. നിങ്ങളുടെ പൊളിറ്റീഷ്യനോട് അല്ല, കൂടുതലും ആക്ടർ ചിലപ്പോൾ പൊളിറ്റീഷ്യനിലോട്ട് വരാമല്ലോ, അങ്ങനെയാണല്ലോ പൊതുവേ. പ്രത്യേകിച്ച് തെലുഗു ഇൻഡസ്ട്രിയിലും തമിഴിലാണെങ്കിലും നമുക്കറിയാം ഒരു ആക്ടർ കം പൊളിറ്റീഷ്യൻ എന്നുള്ളൊരു സംഭവം പൊതുവേ ഉണ്ടാവാറുണ്ടല്ലോ. ചിലപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും പറയുന്നത് അതാണ് TK മഹാദേവൻ എന്നൊക്കെ പറയുന്നത്. ആര് കൃത്യമായിട്ടുള്ള ഇനി അങ്ങനെയുള്ള ഒരാൾ ഉണ്ടോന്നും കൂടി അറിയില്ല. പക്ഷെ ആ ഒരു ടൈപ്പ് ആണോന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് അത് നായികനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം ആയിട്ട് കാണാണ്. പക്ഷെ നായികനെ നല്ല രസം കാണാൻ. അതായത് നമ്മൾ പണ്ടത്തെ ആക്ടേഴ്സിനൊക്കെ കാണില്ലേ, അപ്പോൾ അവരുടെ അതേപോലെ ഉണ്ട്. അതായത് ഭയങ്കര ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ആയിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു സ്ലിം ആയിട്ട് ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര രസം. അതായത് DQന്റെ കൂടെ വരുമ്പോൾ ഓരോ ഫ്രെയിമിൽ വരുമ്പോഴും ആ ഒരു എവിടെയോ ഒരു ചീറ്റർ സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചീറ്റിംഗ് പ്ലസ് ലവ് വരുമ്പോൾ അത് വേറൊരു ആ ഒരു ഭയങ്കരമായിട്ട് നമ്മളല്ലേ ഫേഷ്യൽ എക്സ്പ്രഷൻ നന്നായിട്ട് വരുന്നുണ്ട്. ആ ഒരു ടീസറിൽ തന്നെ ഭയങ്കരമായിട്ട് ടീസറാണ് ഓക്കെ, ടീസറിൽ തന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. റാണ ദഗുപതിനൊന്നും മനസ്സിലായില്ല അങ്ങനെ ഇതിനകത്തുണ്ടോ ലുക്ക് ഭയങ്കര വ്യത്യാസം. അതായത് റാണ ദഗുപതി ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തായാലും പറഞ്ഞു ജഗപതി ബാബുവിന്റെ പഴയ ഒരു ലുക്ക് ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. പഴയ ജഗപതി ബാബു, ഇപ്പത്തെ നമ്മുടെ ഡാഡി ഗിരിജ ആസാനല്ല, പണ്ടത്തെ ഒരു ജഗപതി ബാബു അല്ല, നമ്മൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര റൊമാൻറ്റിക് ലുക്കാണ് ആൾക്ക്. റൊമാൻറ്റിക് മൂവീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ, ഹീറോ ആയിരുന്നു, പണ്ടത്തെ ഒരു ഹീറോ ആയിരുന്നു ആള്. അപ്പൊ ആ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് പുറത്ത് ഇങ്ങനെ വന്ന് നിന്നാ മതി. അതായത് ആ ഒരു ഷോട്ടിൽ വന്ന് നിന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എഗെയിൻ ആളെ നമുക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കും. ആൾ നല്ലവനാണോ അല്ലെങ്കിൽ എന്താ പറയുക ആളുടെ ഉള്ളിൽ എന്തെങ്കിലും കളത്തരുണ്ടോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിരിക്കും ആളുടെ ഒരു ക്യാരക്ടർ എന്നുള്ളത് എപ്പോഴും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഡൗട്ട് അടിപ്പിക്കുന്നതാണ്. അതായത് ഇയാളുടെ ഒരു ഗുഡ് റോൾ ആണോ, ഇതിനകത്ത് ബാഡ് റോൾ ആണോ, ഒരു ചതിയനാണോ, എന്താന്നുള്ളതൊന്നും മനസ്സിലാവില്ല. പിന്നെ എനിക്ക് തോന്നിയിരിക്കണെന്ന് വെച്ചാൽ DQ പൊതുവെ ഒരു ഓപ്പോസിറ്റ് ഒരു പവർഫുൾ ആൾ വന്നു കഴിഞ്ഞാൽ DQ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന കാണാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ചുപ്പ് മൂവി, അതിൻ്റെ അകത്ത് നമ്മളെ സണ്ണി ഡിയോളായിരുന്നു ഉണ്ടായിരുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് ഏകദേശം. ആ ഒരു ഹിന്ദി മൂവി കണ്ടിട്ടില്ലല്ലോ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്. അതിൻ്റെ അകത്ത് DQ വേറെ ലെവൽ അഭിനയായിരുന്നു, ഒന്നും പറയാനില്ല. വേറെ മറ്റേ നമ്മളല്ലേ ചില സമയത്തൊക്കെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, സണ്ണി ഡിയോളൊക്കെ സൈഡാക്കി വെച്ചുകൊണ്ട് കയറി അഭിനയിച്ച് അങ്ങോട്ട് പൊലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത്, കാരണം സമുദ്രക്കനി നമുക്കറിയാം ഒരു ഏകദേശം ഒരു മൗണ്ടൈൻ പോലെ തന്നെയാണ് ഓപ്പോസിറ്റ് ഉള്ളത്. അതാണ് ഒരു ഡയലോഗ് തന്നെ ഉണ്ട്, ഞാൻ മലയാണെന്നുള്ളൊരു സാധനം ഡയലോഗില്ലേ, ആ ഒരു മൗണ്ടൈൻ ആള് ഒന്നും കൂടി ഒന്ന് കയറി അഭിനയിക്കുകയാണ്. കാരണം ആ ക്ലൈമാക്സിൽ നമ്മൾ ഈ ടീസറിന്റെ ക്ലൈമാക്സിൽ ഒരു സാധനം കണ്ടില്ലേ, ക്ലോസപ്പ് ഷോട്ട്, അത് പറയുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്, എന്റെ അമ്മോ, അത് ഓപ്പോസിറ്റ് ഒരാളെ വെച്ചോണ്ടാണ് ചെയ്യുന്നത്. അതിനാണ് അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്, ഒരു രക്ഷ. എനിക്ക് പെട്ടെന്ന് അതാ തോന്നിയത്, അവിടെ പ്രണവ് തകർക്കുന്നു, ഇവിടെ എനിക്ക് ഏകദേശം എന്താ പറയാ ഭയങ്കരമായിട്ട് ഇവര് നമ്മൾ പറയില്ലേ ഈ പണ്ടൊക്കെ നമ്മളുടെ വളരെ ഈ അവാർഡ് ഫിലിമാണ്, അവാർഡ് കൊടുക്കുന്ന ഫിലിം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തായിരിക്കും കൂടുതൽ ഓരോ ആക്ടറും ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നത്. അതായത് വെറുതെ ചുമ്മാ മറ്റേ ഹീറോയിസും വില്ലൻസ് അങ്ങനെയൊക്കെ കാണിക്കാതെ എന്താ പറയുക ഭയങ്കരമായിട്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആക്ടിങ് സംഭവം പുറത്തു വരുന്ന കൂടുതൽ അവാർഡ് പടങ്ങളായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. അതുപോലെ ഏകദേശം ഇപ്പോൾ മറ്റേ ഡയസറി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കണ്ടപ്പോഴാണെങ്കിലും തോന്നി അത് അവരുടെ ഉള്ളിലുള്ള ഒരു ബോൺ ടാലന്റ് ഇല്ലേ, അത് പുറത്തു വരുന്ന ഒരു സംഭവം. അതായത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ ഞാൻ മിഞ്ഞൊന്നൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത്
നമ്മളൊരു ഓഫ് ബീറ്റ് മൂവി, പഴയ ഒരു കുറച്ച് അവാർഡിന് വേണ്ടിയിട്ട് എടുക്കുന്ന സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിയേറ്ററിൽ ഓടണമെന്നില്ല, ചിലപ്പോൾ നല്ല പോസിറ്റീവ് റെസ്പോൺസൊക്കെ കിട്ടാം, ആ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണുമായിരിക്കും, പക്ഷേ മാസ് ഓഡിയൻസിലോട്ട് പോവില്ല. നമ്മളെ ഷൈനികൻ തന്നെ പറഞ്ഞത്. അപ്പം കുറച്ചൊരു മാസ് എലമെന്റ്സ്, ഇപ്പൊ കമേഴ്ഷ്യൽ എലമെന്റ്സ് ചേർത്തിട്ട് അതിൻ്റെ അകത്ത് പെർഫോമൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും തിയേറ്റർ വാച്ചാണ് നോക്കുന്നത്. കാരണം നോർമൽ പടങ്ങൾ OTT-യിലും കാണാമല്ലോ. തിയേറ്റർ വാച്ചിൽ കാണുന്ന ആ തിയേറ്റർ വർത്ത് ഉണ്ടോ പടം, അത് നോക്കണം. കാരണം ഇപ്പോൾ ഡേസ് എറിൻ്റെ അകത്ത് ആ ഒരു സൗണ്ട് എഫക്റ്റും മ്യൂസിക്കും ആ ഒരു പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തിയേറ്ററിലൊന്ന് പോയി കണ്ടേക്കാം എന്നുള്ളൊരു സാധനം വരും. പക്ഷെ OTT-യിൽ കാണണമെന്നുണ്ടെങ്കിൽ നോർമൽ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ട്രെയിലർ ആണെന്ന് തോന്നണം, ഇത് ഒരു ആവറേജ് ആണ്, അപ്പോൾ നമ്മൾ OTT-യിലേ വെക്കുള്ളൂ അല്ലേ. ഇതിൻ്റെ അകത്ത് അഗൈൻ ഒരു തിയേറ്റർ വാച്ചിന്റെ ഒരു സാധനം കിട്ടുന്നുണ്ട്. കാരണം എന്തോ ഒരു ഇന്റൻസ്, ഒരു ചതിയുടെ കഥകൾ ആൻഡ് എന്തോ കുറെ എന്തൊക്കെയോ സാധനം ഉണ്ട്, ഒരു മിസ്റ്റീരിയസ് ആൻഡ് റിയലി വെയിറ്റിംഗ് ഫോർ ദ ട്രെയിലർ. കാരണം കാന്തയുടെ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ എവിടെയോ കാണുന്നുണ്ട് ഇപ്പൊ, ബിക്കോസ് November 14th പടം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദ ട്രെയിലർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു റിവീലിംഗ് ആയിരിക്കും. ഇത് ഏകദേശം ഒരു മറ്റേ റെട്രോ വൈബ് തരുന്നുണ്ട്, ഭയങ്കര ഒരു പണ്ടത്തെ ആ ഒരു മൂവീസിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം ഒക്കെ തരുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം, പിന്നെ DQന്റെ ലുക്ക് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ആ ഒരു പണ്ടത്തെ, എനിക്ക് DQന് ആ ഒരു പണ്ടത്തെ ആക്ടേഴ്സിന്റെ ഭയങ്കര ലുക്ക് ഉണ്ട് കേട്ടോ. ഈ പണ്ട് കാലത്തെ ഇവരുണ്ടാവില്ലേ, അതായത് ഈ ക്ലീൻ ഷേവ് ഒക്കെ, എനിക്ക് തോന്നുന്നു പല ആക്ടേഴ്സിനെയും നമ്മൾ നോക്കുന്ന സമയത്ത് അവര് പലപ്പോഴും ഫുൾ ക്ലീൻ ഷേവിൽ വരാനായിട്ട് കുറെ ആൾക്കാർ മടിക്കും. പക്ഷെ സ്റ്റിൽ DQന് ക്ലീൻ ഷേവിൽ വന്നാലും വലിയ ബോറില്ല. പക്ഷെ എല്ലാവർക്കും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കും ആ ഒരു പഴയ 23 വയസ്സുകാരനാവാൻ പറ്റും ആൾക്ക് ഇപ്പോഴും, ഇല്ലേ? അതായത് ആ ഒരു ബോറില്ല, അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ അത് മൈറ്റ് ബി ലൈക്ക് ആ ഒരു പോയിന്റ്. കാരണം പഴയ ആക്ടേഴ്സിനെ നമ്മളെടുത്ത് നോക്കുമ്പോൾ പലർക്കും താടി ഇല്ല. ഇപ്പോഴത്തെ കാലത്തല്ലേ കൂടുതൽ താടിയൊക്കെ, കട്ട താടിയൊക്കെ വെച്ചിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ കൂടുതൽ ജസ്റ്റ് ഒരു മീശ, അപ്പോൾ ഫുൾ ക്ലീൻ ഷേവ് ആയിരിക്കും വരുന്നത്. മൈറ്റ് ബി അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, അടുത്ത വീഡിയോയിൽ കാണാം.